തുഹി മേരി മന്ദിർ തുഹി മേരി പൂജ, നീ തന്നെയാണ് എൻ്റെ ക്ഷേത്രം, എൻ്റെ പൂജ എന്ന് പാടിക്കൊണ്ട് നായകൻ്റെ കാലത്തൊട്ട് വന്നിക്കുന്ന സിനിമകളുണ്ടായിരുന്നു. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്തൊട്ട് തൊടുവോ? മദ്യമൊക്കെ മനുഷ്യൻ്റെ ചിന്തയെ താറുമാറാക്കുകയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? നന്മ എന്നൊക്കെയുള്ള കാര്യത്തിന് പുതിയ നിർവചനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും തെറ്റില്ല എന്നുള്ള രീതിയിൽ മയക്കുമരുന്നും മദ്യവും ലഹരിയൊക്കെ വിദ്യാർത്ഥികളെ വേറൊരു തലത്തിലാണ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട് ബൈബിളിൽ. ഇന്ന് കാണുന്നത് വിശ്വസിച്ച് അത് ശരിയാണെന്ന് ചിന്തിച്ച് അതിൽ അസസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. റാഗിങ് എന്ന് പറഞ്ഞാൽ 10 വിദ്യാർത്ഥികൾ സീനിയേഴ്സ് ചേർന്ന് ക്രൂരമായി ഹരാസ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ റാഗിങ് എന്ന് പറയുന്നത്. ഫ്രഷായിട്ട് വരുന്ന ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി, ബോൾഡ് ആക്കാൻ വേണ്ടിയാണെന്ന് പറയും. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. 10 പേര് ചേർന്ന് ക്രൂരമായി അയാളെ തകർക്കുകയാണ്. പലപ്പോഴും എനിക്കൊന്ന് റാഗിംഗ് വേദികളിൽ ഇപ്പോൾ എനിക്കൊന്ന് 4 ആൾ കൂടുന്നിടത്ത് കുറച്ചൊരു ഹീറോയിസം കാണിക്കാനുള്ളതിന്റെ ഭാഗമായിട്ട് സംഭവിക്കും. അല്ല, ഇപ്പോഴത്തെ റാഗിങ്ങിലെല്ലാം ബ്ലഡ് ഉണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, കോമ്പസ് എടുത്ത് കുത്തുന്നുണ്ട്, ബ്ലേഡ് ഇട്ട് മുറിക്കുന്നുണ്ട്. അതിലെന്താണ് എന്ത് കോൺഫിഡൻസ് ആണ് ഇയാൾ കൊടുക്കുന്നത്? ഈ രാഷ്ട്രീയം ശരിക്കും വ്യക്തിപരമല്ലേ? അതിനെ ശരിക്കും ഈ നിഷ്പക്ഷമായ രീതിയിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എൻ്റെ ഒരു തെറ്റായിട്ടുള്ള തീരുമാനമായി പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനതിൽ പശ്ചാത്തപിക്കുന്നു. അതിൽ ഞാൻ ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. പ്രമേയങ്ങളുടെ വ്യത്യസ്തത എന്നും മലയാള സിനിമയിൽ സമ്പന്നമായിട്ട് തുടരുന്നുണ്ട്. അക്കൂട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടുംബകഥയുമായിട്ട് എത്തുകയാണ് പരിവാർ. സോ ചിത്രം പറയുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടി നമ്മോടൊപ്പം കുറിച്ചിരുന്നു താരങ്ങളായിട്ടുള്ള ജഗദീഷ്, പ്രശാന്ത്, ഷൈനി ആൻഡ് കുഞ്ഞുമായ. നമസ്കാരം. ജഗദീഷയുടെ ഒരിക്കൽ കൂടി ഒരു കുടുംബകഥയായിട്ട് വരികയാണ്. പക്ഷെ ഇപ്രാവശ്യം പ്രമേയത്തിൽ മാത്രമല്ല കുടുംബങ്ങൾ, പേരിൽ വല്ല ഒരു കുടുംബമുണ്ട് അല്ലെ, പരിവാർ എന്നുള്ളത്. തീർച്ചയായിട്ടും കുറേ കൂടി എപ്പോഴും കുറേ അധികം കഥകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിലും ഈ പ്രമേയത്തിൽ വ്യത്യസ്തത വരും എന്നുള്ളത് തന്നെയാണ് ഒരു പ്രതീക്ഷ കുറേ കൂടി നൽകുന്നത്. അത് ടൈറ്റിൽ കൂടെ വരുമ്പോൾ എത്രത്തോളം ഒരു വ്യൂവറായിട്ടുള്ള ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പ്രതീക്ഷ വരുന്നുണ്ട്. പരിവാർ വാറും കൂടെ ഉണ്ട്. അപ്പോൾ വാർ എന്ന് പറയുമ്പോൾ യുദ്ധമാണ്, അല്ലെങ്കിൽ ഒരു സംഘർഷമാണ്, അല്ലെങ്കിൽ ഒരു മത്സരമാണ്. ഇതൊക്കെ വാറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ആര് ജയിക്കും, ആര് തോക്കും, എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരിക്കുമല്ലോ, കീഴടക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നേടാൻ വേണ്ടി. ഇവിടെ എന്ത് നേടാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഈ പ്രമേയത്തിലെ പുതുമ. ഇതിനകത്ത് പോസ്റ്ററിൽ തന്നെ ഒരു മോതിരത്തിന്റെ സൂചന നൽകിയിട്ടുണ്ട്. അതെ. അപ്പം മോതിരത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധം എന്നതിനപ്പുറം ഈ പണത്തോടുള്ള മനുഷ്യന്റെ ആർത്തി ഇതിനകത്ത് ഒരു വിഷയമാവുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു കുടുംബകഥ അല്ലെങ്കിൽ ഫീൽ ഗുഡ് മൂവി എന്ന് പറയുന്നത് പ്രേക്ഷകൻ ഒരു മുൻവിധിയോടെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു ഫീൽ ഗുഡ് മൂവി, നന്മ മരങ്ങളൊക്കെ കാണാൻ പോകാൻ വയ്യ എന്ന് യൂത്ത് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ കൂടി തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിരിക്കാം ഒരുപക്ഷെ സംവിധായകർ ഈ മോതിരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മോതിരത്തിന്റെ പേരിലേക്ക് യൂത്ത് ആൾക്കാരെ പിടിച്ച് അവരെ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റാം. ഈ മോതിരത്തിന്റെ പേരിലുള്ള ഫൈറ്റ്, മോതിരത്തിന്റെ പേരിലുള്ള എന്തെങ്കിലും ട്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്തിന് വേണ്ടിയുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ രസകരമായ ആവിഷ്കാരമെന്നാണ് ഉത്സവ് ഫഹദ് എന്ന യുവ സംവിധായകർ. അവർ കഴിവുള്ളവരാണ്, ഡിജിറ്റൽ വില്ലേജിലൂടെ കഴിവ് തെളിയിച്ചവരാണ്. അവർ ഈ കഥയുമായിട്ട് വരുമ്പോൾ അവരുടെ വിശ്വാസത്തിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുത്തത്. ഞാനായിക്കോട്ടെ, പ്രശാന്ത് ആയിക്കോട്ടെ, ഇന്ദ്രൻസ് ആയിക്കോട്ടെ, ഞങ്ങൾ എല്ലാവരും ഇതിന് മുൻതൂക്കം കൊടുത്തത് അവരുടെ വിശ്വാസത്തിനാണ്. അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിനകത്ത് ഹ്യൂമർ ഉണ്ട്, അതിനകത്ത് കോമഡി ഉണ്ട്, ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു അത്രയും കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ കഥ പറയുമ്പോൾ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് എന്റെ ഷൂട്ട് കഴിഞ്ഞ് എന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണെങ്കിൽ പോലും ഈ വിശ്വാസം അങ്ങനെ തന്നെയായിരുന്നു. എന്റെ ഗ്രാഫിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ ഗ്രാഫിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നാൽ ആക്ടേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ ഇതിന്റെ സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മതിയോ, ഹ്യൂമർ ഇത്രയും മതിയോ, ഹ്യൂമർ ഇങ്ങനെ മതിയോ, ഇതിന്റെ മ്യൂസിക് ഇങ്ങനെ മതിയോ, കുറച്ചുകൂടെ വേണ്ടേ എന്ന് ചോദിക്കാൻ നേരത്ത് അവിടെയെല്ലാം സംവിധായകർ ഞങ്ങളെ തിരുത്തി. അങ്ങനെ ഒരു ചിന്തയ്ക്ക് പ്രസക്തിയില്ല, സംശയത്തിന് പ്രസക്തിയില്ല. ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്, ഞങ്ങളുടെ കൺവിക്ഷനാണ്. 100% ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുക. ഇതിനകത്ത് സംവിധായകര് ഞങ്ങളെ ഒന്നും അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അവിടെ നിന്നാ മതി. പറഞ്ഞു മനസ്സിലായോ? ഒരു സീനിയർ സംവിധായകരെ പോലെ അനങ്ങരുത്, അവിടെ നിന്നാ മതി, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് ചെയ്യേ. എന്നിട്ട് സംവിധായകർ തന്നെ ഇപ്പൊ പ്രശാന്തിനോട് പറയും, ജഗദീഷ് ഏട്ടൻ
ഒന്ന് കലക്കാൻ ശ്രമിച്ചു, ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു പ്രശാന്ത് ഇടയ്ക്ക് ചില ഡയലോഗ് ഇട്ടോട്ടെ എന്ന് വെച്ചു, സമ്മതിച്ചില്ല. കളി ഞങ്ങളോടാ. അത്രയും വിശ്വാസമുള്ള സംവിധായകർ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെ കോൺഫിഡൻസ് ഉള്ള സംവിധായകരുടെ കൂടെ ഞാനിതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഫൈനൽ പ്രോഡക്റ്റ് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് എന്താ വെച്ചിരുന്നാൽ, നിങ്ങൾ ഒരു സംശയം വേണ്ട, ഞങ്ങൾ ഇപ്പോഴും ചെറിയ മ്യൂസിക് കുറച്ചുകൂടെ ഗംഭീരമാക്കണ്ടേ, ഡബിങ് കുറച്ചുകൂടെ ഗംഭീരമാക്കണ്ടേ, കഥയിൽ തന്നെ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണ്ടേ. നോ, നിങ്ങൾ അതിനെക്കുറിച്ച് സംശയിക്കണ്ട. നിങ്ങൾ ആക്ടേഴ്സ് എന്ന രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അത് മതി. അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. സംവിധായകൻ്റെ കലയാണ് സിനിമ. ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങളെ വിശ്വാസമുണ്ടോ? നമുക്ക് വിശ്വാസമുണ്ട്. എങ്കിൽ പിന്നെ മാർച്ച് 7-ാം തീയതി ഞങ്ങൾ തെളിയിക്കാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നെ അത്രയും കോൺഫിഡൻസ് ഉള്ള 2 സംവിധായകരെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമായിട്ട് ഞങ്ങളുടെ കാര്യമാണ്. ഈ വാക്കിൽ പരിവാർ എന്നുള്ളത് തന്നെ ഒരു ഫാമിലി കുടുംബം എന്നുള്ള ഒരു ഹിന്ദി വേർഷൻ മീനിങ് ആയതുകൊണ്ട് തന്നെ ശരിക്കും അത്തരത്തിലൊരു ഹിന്ദി ബന്ധം സിനിമയിലെ പ്രതീക്ഷിക്കാമോ, അതോ ഒരു ടൈറ്റിലിന്റെ ഒരു അട്രാക്ഷൻ ആയിട്ട്? കുടുംബം, വാർ, അതെല്ലാം കൂടെ ചേർന്ന് വന്ന ഒരു വാക്ക് പരിവാർ ആയിരുന്നു. പരിവാറിന്റെ മീനിങ് പരിവാർ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. പരിവാർ എന്ന് പറഞ്ഞ വാക്കിന്റെ ഒരു ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ അത് ഭയങ്കര കോമൺ ആയിട്ടുള്ളതായതുകൊണ്ടും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും പരിവാർ എന്നുള്ള ടൈറ്റിലേക്ക് പോയതാണെന്നാണ് നമ്മുടെ വിശ്വാസം. ആദ്യം ഇട്ടിരുന്ന പേര് മുമ്പ് തന്നെ അതിലേക്കാണ് ഞാൻ വരുന്നത്. പാണ്ഡവലഹള എന്നായിരുന്നു ആദ്യം ഇട്ടിരുന്ന പേര്. ഈ പാണ്ഡവലഹളയ്ക്ക് ഇടുന്നതിൽ എന്നെ കൃത്യമായിട്ട് അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ, ഈ പാണ്ഡവന്മാർ തന്നെയുള്ള ഈ പാണ്ഡവന്മാരാവുന്നത്. അതെ, പാണ്ഡവർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 5 ആൾക്കാരുണ്ട്. ധർമ്മപുത്രർ അല്ലെങ്കിൽ ധർമ്മൻ ചേട്ടൻ മരിച്ചുപോയി. ധർമ്മന്റെ ഭാര്യയാണ് ശോഭന ചേച്ചി, വെട്ടിയാരമ്മ. പിന്നെ ഉള്ളത് ഭീമൻ. ഭീമനായിട്ട് ഞാനും പ്രശാന്തും ഒക്കെ പ്രതീക്ഷിച്ച് ഞങ്ങളെ ആരെങ്കിലും ഇടുന്നതാണ്. ഭീമൻ എന്നൊക്കെ പേര് കിട്ടിയപ്പോൾ അത്യാവശ്യമൊക്കെ ഞങ്ങളെ ഇടാന്ന് വിചാരിച്ചു. അവിടെ തന്നെ ഡയറക്ടേഴ്സ് ഞങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിച്ചു. നിങ്ങളല്ല ഭീമൻ, ഭീമൻ ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസോ ഭീമനായിട്ടോ? ഞങ്ങളുടെ ഭീമൻ ഇന്ദ്രൻസ് ആണ്. ആ കഥാപാത്രത്തിന്, അതായത് ഈ വടക്കൻ വീരഗാഥയില് MT സാറ് ചന്തുവിന് പുതിയ ഭാഷ്യം കൊടുത്തില്ല. ഭീമന് MT സാർ വേറെ ഭാഷ്യം കൊടുത്തിരിക്കുകയാണ് 2-ാം ഊഴത്തില്. പരിവാറില് ഭീമന് പുതിയ ഭാഷ്യം കൊടുക്കുകയാണ് ഫഹദും ഉത്സവും. അവർ പറഞ്ഞ ഞങ്ങളുടെ ഭീമനെ കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ നിരാശ ഉണ്ടായി. അപ്പൊ അർജുനെങ്കിലും ആക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അർജുനും ആക്കിയില്ല, ഞങ്ങളെ നകുലനും സഹദേവനും ആക്കി. അതെന്തുകൊണ്ടാണെന്ന് അവർ പറയുന്നത് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നിങ്ങൾ നകുലൻ സഹദേവനുമായിട്ട് ഓക്കെയാണ്. എല്ലാം ഞങ്ങൾ സംവിധായകരിൽ അർപ്പിച്ചിരിക്കുകയാണ്. അവർ അർജുനായിട്ടിട്ടത് മറ്റൊരു കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഋഷിഹേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാസ്റ്റിംഗ് ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഭീമൻ എന്ന നിലയിൽ ഇന്ദ്രൻസ് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു പ്രൊമോഷൻ സിനിമ കഴിയുന്നതിനൊപ്പം തന്നെ ഭീമൻ എന്നതിനെ നമ്മുടെ മനസ്സിൽ വരുന്നതിന് മറ്റൊരു കൂടി വരും എന്നുള്ളത്. അപ്പൊ ഇന്ദ്രൻസ് തന്നെ സ്വയം കളിയാക്കി പറഞ്ഞു വെച്ചാൽ ഗതയില്ലാത്ത ഭീമൻ. ഇതിൽ ഗതയില്ല, പക്ഷെ അതിന് വരെ നാവുണ്ട്. നാവുള്ള ഒരു ഭീമനായിട്ടാണ് ആ ഭീമനെ പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏത് 2-ാം ഊഴത്തിനെയും വെല്ലുന്ന ഭീമനെയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇന്ദ്രൻസ് അവകാശപ്പെടുന്നത്. ഈ അവകാശവാദം എത്രത്തോളം ശരിയാണെന്നുള്ളത് മാർച്ച് 7-ാം തീയതി അറിയാം. ഈ പാണ്ഡവന്മാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പഞ്ചപാണ്ഡവന്മാർക്ക് ഒരാളേ ഉള്ളൂ, ദ്രൗപദി, പാഞ്ചാലി അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങളൊക്കെ കടിഞ്ഞാണ് ഇടാൻ പറ്റുന്ന അല്ലെ പോകുന്ന 5 പേരുണ്ട് കാസ്റ്റിംഗിൽ എന്നുള്ളത്. ഈ കുടുംബത്തിൽ എപ്പോഴും പലപ്പോഴും പല കാര്യങ്ങൾ പ്രത്യക്ഷത്തിലും അപ്രത്യക്ഷിതമായിട്ട് കൺട്രോളിലുള്ളത് ഒരു പക്ഷേ ഫീമെയിൽ ലീഡായിരിക്കും. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ മത്സരിക്കേണ്ടത് അല്ലെങ്കിൽ അഭിനയത്തിന്റെ ഒപ്പം തന്നെ കോ ആർട്ടിസ്റ്റായി നിൽക്കുന്ന അത്രത്തോളം സീനിയർ ആർട്ടിസ്റ്റും കൂടിയാണ് അല്ലെ. ഇതെങ്ങനെ ഈ ലഹള അഭിനയത്തിന്റെ കാര്യത്തിൽ കൂടി കുറെ ചലഞ്ചിങ് ആയിരുന്നു? പറഞ്ഞോളൂ. സഹദേവന്റെ പാഞ്ചാലിയാണ് ഇത് ഗീത, നകുലന്റെ പാഞ്ചാലിയാണ് നിഷ. അപ്പൊ ഇനി ഇത് കൈകാര്യം ചെയ്തിരിക്കുന്ന ഷൈനി വിജയനാണ്. ഷൈനി പറയട്ടെ. അല്ല, എനിക്ക് നമ്മൾക്ക് എന്താ സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്കത് വലിയൊരു പാഠപുസ്തകം തന്നെ പറയേണ്ടി വരും. നമ്മൾ ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഒരു ഇത് നോക്കി പഠിക്കുകയായിരുന്നു. പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. അത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കോളേജിൽ പഠിപ്പിച്ച ആളാണ്, ഈ ലൊക്കേഷനിൽ പഠിപ്പിക്കാറുണ്ടോ? ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മള് എന്താ പറയാ, ഇപ്പം സാറായാലും ഇന്ദ്രൻ ചേട്ടനായാലും പ്രശാന്ത് ഭായി ആണെങ്കിലും അവർക്ക് നമ്മൾ പുതിയ തുടക്കക്കാരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ആ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു കുറേ പഠിക്കാനുണ്ട്. ഈ മൂവിയുടെ ക്രൂ ആയിട്ട് അവർ മുൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾ ആക്ച്വലി ഉണ്ണിമായാണ് തിങ്കളാഴ്ച നിശ്ചയത്തിലൂടെ അല്ലെ. അതിൽ എഴുത്തുകാരനായത് ഇതിൽ ഡയറക്ടറിന്റെ റോളിൽ കൂടി എത്താണ്. 2 പേരുടെ മേൽക്കുപ്പയത്തിൽ ഒരാൾ അണിയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എത്രത്തോളം അതും ഏറ്റവും ഭംഗിയായിട്ട് വ്യത്യസ്തമായിട്ട് പറഞ്ഞൊരു കുടുംബകഥയാണ്.
തിരിച്ച് അടുത്തൊരു ചിത്രത്തിൽ കൂടി പറയുമ്പോൾ എങ്ങനെ ഒരു ബന്ധം തന്നെയായിരുന്നു കാസ്റ്റിംഗിലേക്ക് നയിച്ചത്? ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച നക്ഷത്രത്തിലെ ആക്ടിങ് കണ്ടിട്ടാണ് ഫഹദ് എന്നെ പരിവാറിലേക്ക് വിളിക്കുന്നത്. അപ്പം എനിക്കറിയില്ലായിരുന്നു ഇവരൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു. കാസ്റ്റിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല. ആദ്യം സ്ക്രിപ്റ്റ് തന്നു. സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം തിങ്കളാഴ്ച നിശ്ചയത്തിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു നാടൻ കുട്ടിയാണെങ്കിൽ ഇവിടെ നാടൻ കുട്ടിയാണ്, പക്ഷെ പ്രോഗ്രസീവ് അല്ല. ആൾക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്, കുറച്ച് ക്ലവറാണ്, കുറച്ച് ഭർത്താവിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ഭർത്താവിനൊക്കെ അടക്കിയിരുത്തുന്ന ഒരു ഒതുക്കി വെക്കുന്ന ഒരു ഭാര്യയാണ്. അപ്പോൾ ആ ഒരു റോൾ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഭാഗ്യം തന്നെയാണ്. എപ്പോഴും നമുക്ക് ഒരേ തരത്തിലുള്ള ഒരു ക്യാരക്ടർ കിട്ടുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആക്ടിങ് ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ കിട്ടുന്നു എന്നുള്ളതൊരു ഭാഗ്യമാണ്. ജയശ്രീ നേരത്തെ പറഞ്ഞു ഈ നന്മമരത്തെ കുറിച്ച് സംഭവം പറഞ്ഞു. ഈ പലപ്പോഴും പല കാലഘട്ടത്തിൽ സംസാരിക്കുന്ന സിനിമയുടെ ഒരു ഭാഷ ഉൾക്കൊള്ളുന്നതിന് മാറ്റം ഉണ്ടായിരിക്കും. ബട്ട് അത്രത്തോളം നിന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ സിനിമകളിലൊക്കെ ഇക്കാലത്ത് അതിനെ വലിച്ചീറി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ എന്നുള്ള മമ്മൂക്കയുടെ എന്നുള്ള രീതിയിലേക്ക് ക്യാരക്ടറുകൾ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇപ്പോൾ വാത്സല്യം സിനിമയാണെങ്കിലും ഇത്രത്തോളം ആഘോഷിച്ചൊരു സിനിമയെ ഈ കാലഘട്ടത്തിൽ പറയുന്നത് വെച്ചാൽ ഇത്രത്തോളം അടക്കി അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ എല്ലാം എൻ്റെ കാൽച്ചുവട്ടിൽ വേണം എന്ന് ചിന്തിക്കുന്നിടത്ത് അസഹിഷ്ണുത വരില്ലേ, അല്ലെങ്കിൽ മാറ്റനിർത്തിൽ വരുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ ആ സിനിമയെ വരെ വാത്സല്യത്തെ കുറിച്ചൊക്കെ പറയുന്നത്. ഇന്നത് പൊളിറ്റിക്കലി ഭയങ്കര ഇൻകറക്റ്റ് മൂവിയാണ് എന്നാണ് പറയുന്നത്. ഈ സിനിമകളിലെ ഇപ്പൊ അന്ന് കണ്ട് എത്രത്തോളം ആ സഹാനുഭൂതിയാണ് ആ ക്യാരക്ടറിനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വരുന്നത് ആ കാസ്റ്റിംഗിന് വരുമ്പോ ഇത്തരത്തിലുള്ള ഒരു മാറ്റം എത്രത്തോളം പ്രകടമാണ്? അതല്ലെങ്കിൽ ഈ കാലഘട്ടം തന്നെയാണ് തന്നെ ചിന്തിപ്പിക്കുന്നത്. കാലം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബന്ധങ്ങളിൽ വരുത്തിയിട്ടുണ്ട്. പണ്ട് എല്ലാം സഹിച്ച് കഴിയുന്ന വീട്ടമ്മമാരായിരുന്നു മാതൃക. ഭർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കുക. അന്നത്തെ ഹിന്ദി സിനിമകളിലും തമിഴ് സിനിമകളിലും ഒക്കെ രാവിലെ ഉണരുമ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കാലിൽ തൊട്ട് വന്നിക്കുന്നതാണ് പല ഹിന്ദി സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ന്യൂതനും ആശാ പരേഖും ഒക്കെ തന്നെ സുനിൽ ദത്തിന് കാലിൽ തൊട്ട് രാവിലെ തുഹി മേരി മൻസിൽ തുഹി മേരി പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് തുഹി മേരി മന്ദിർ തുഹി മേരി മന്ദിർ തുഹി മേരി പൂജ, നീ തന്നെയാണ് എൻ്റെ ക്ഷേത്രം, എൻ്റെ പൂജ എന്ന് പാടിക്കൊണ്ട് നായകൻ്റെ കാലത്തൊട്ട് വന്നിക്കുന്ന സിനിമകളുണ്ടായിരുന്നു. അത് അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് കാലത്തൊട്ട് തൊഴുവോ? കാലത്തൊട്ട് തൊഴേണ്ട കാര്യമുണ്ടോ? രണ്ടും ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാലത്തൊട്ട് തൊഴേണ്ട കാര്യമില്ല. അങ്ങനെയല്ല. ഭാര്യ-ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഭർത്താവിനെ അങ്ങനെ എന്താ പറയുക, എന്നെക്കാൾ വലിയ ഒരാളാണ് എന്ന രീതിയിൽ ഭാര്യ കണക്കാക്കേണ്ട കാര്യമില്ല. ഭർത്താവ് ഭാര്യ തന്നെക്കാൾ ഒരു ഇഞ്ച് പോലും താഴെയാണെന്ന് ചിന്തിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ തുല്യതയുടെ സമത്വത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതിവൃത്തങ്ങളിലും ആ വ്യത്യാസം വരും തീർച്ചയായിട്ടും. അപ്പോൾ വാത്സല്യം അന്ന് വലിയ വിജയമായിരുന്നു. ഇന്ന് അതിലെ പല കാര്യങ്ങളും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇപ്പം ഇന്ന് പരിവാറിൽ കാണുന്ന കാര്യങ്ങൾ 20 വർഷത്തിന് ശേഷം 25 വർഷങ്ങൾക്ക് ശേഷം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇന്ന് നമ്മളെല്ലാവരും കൂടി ഈ കടിപിടി കൂടുകയും ഒക്കെ ചെയ്തത് ചിലപ്പോൾ 10-25 വർഷങ്ങൾക്ക് ശേഷം ന്യായീകരിക്കും. അതിലവർ ചെയ്തത് എന്താണ് തെറ്റ്, അതെങ്ങനെയാണ് തിന്മയാവുന്നത് എന്ന ചോദ്യം വന്നേക്കാം. ഇപ്പോൾ കാലം എപ്പോഴും ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ മാറ്റമില്ലേ? പണ്ടത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധമല്ല ഇന്നത്തേത്. ഇന്നത്തെ ബന്ധത്തിൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഇടപഴകുന്ന ഈ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അന്ന് ബഹുമാനം ആദരവൊക്കെ കാരണം വിദ്യാർത്ഥികളുമായിട്ട് മാനസികമായി എത്രത്തോളം ഒരു അധ്യാപകന് വിദ്യാർത്ഥിയായിട്ടുള്ള അടുപ്പം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിരുന്നാൽ അത് നമുക്ക് ചോദ്യചിഹ്നമാണ്. ഈ പലപ്പോഴും ഇപ്പോൾ അധ്യാപക അല്ലെങ്കിൽ വിദ്യാർത്ഥി ബന്ധം പറയുമ്പോൾ തന്നെ പലപ്പോഴും എങ്ങനെയുണ്ടെങ്കിൽ ക്ലാസ്സിൽ വലിയനാണെങ്കിലും ടീച്ചറെ കാണുമ്പോൾ അത്രത്തോളം ഒരു പേടി ഭയഭക്തി ബഹുമാനത്തോടെ നിന്നിരുന്നെങ്കിൽ ഈ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട വീഡിയോ ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്നു അല്ലെങ്കിൽ എത്തിക്കുന്നതായിരുന്നു. അധ്യാപകനെ ഭീഷണിപ്പെടുത്തി നീ അവിടെ നിന്ന് പുറത്തിറങ്ങണം, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറയുന്നൊരിടത്താണ്. ഈ മാറ്റം ശരിക്കും അതിൽ സോഷ്യൽ മീഡിയ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മയക്കുമരുന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മദ്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മദ്യമൊക്കെ മനുഷ്യൻ്റെ ചിന്തയെ താറുമാറാക്കുകയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? നന്മ എന്നൊക്കെ ഉള്ള കാര്യത്തിനൊക്കെ പുതിയ നിർവചനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും തെറ്റില്ല എന്നുള്ള രീതിയിൽ മയക്കുമരുന്നും മദ്യവും ലഹരിയൊക്കെ വിദ്യാർത്ഥികളെ വേറൊരു തലത്തിലാണ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അധ്യാപകനോട് ബഹുമാനമില്ല, രക്ഷകർത്താക്കളോട് ബഹുമാനമില്ല, നാട്ടുകാരോട് ബഹുമാനമില്ല, എന്തും ചെയ്യാം. പിന്നെ മയക്കുമരുന്നിൻ്റെ ആ കാശ് കിട്ടിയില്ലെങ്കിൽ ആ കാശിന് വേണ്ടി ആരെയും കൊല്ലുന്നതിലൊന്നും ഒരു കുറ്റബോധമില്ലാത്ത ഒരു ശതമാനം ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന് എങ്ങനെ പോലും സ്കൂളിൽ അധ്യാപകരെ പേടിപ്പെടുത്തുന്ന ഒരു കാരണം ചൂരിലാണ്. അത് ഉപയോഗിക്കാനേ പാടില്ല, ചൂല് വെച്ച് അടിക്കുമെന്നുള്ള വാക്കേ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്.
മാറ്റത്തിനോട് അധികം നിലയിൽ യോജിക്കുന്നുണ്ട് ശരിക്കും. അല്ല, ഈ ചൂരൽ വെച്ചുള്ള അടിയൊക്കെ വേണമെങ്കിൽ ഇന്ന് ഒഴിവാക്കാം, അതിൽ തെറ്റൊന്നുമില്ല. കാരണം വെച്ചാൽ ഈ അടിയൊക്കെ ചിലപ്പം അതിൻ്റെ ഒരു ദേഷ്യത്തിലൊക്കെ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലൊക്കെ മുറിവ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാവും. ഇന്ന് ആ ചൂരൽ പ്രയോഗമൊന്നും വേണ്ട. അധ്യാപകർ കുറച്ച് ഭയക്കുന്ന കാര്യം, അത് പിന്നെ ശാസിച്ചാൽ പോലും കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ കുറ്റം ചുമത്തി അധ്യാപകനെ അറസ്റ്റ് ചെയ്യാന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കാലം ഒരുപാട് മോശപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേ അവസരത്തിൽ നന്മയോടെ ജീവിക്കുന്ന, സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹവും ഇവിടെ സമാന്തരമായിട്ട് വളരുന്നുണ്ട്. അവരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. മറ്റേ ആൾക്കാരിലെ അവരുടെ പോക്ക് കണ്ട് നിരാശപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ മുഴുവൻ നിരാശയോടെ കഴിയേണ്ടി വരും. പക്ഷേ ഒരു സമൂഹം ഇവിടെ അധ്യാപകരോട് അതേ പണ്ടുണ്ടായിരുന്നതിനേക്കാളും സ്നേഹത്തോടെ ആദരവോടെ പെരുമാറുന്ന ഒരു സമൂഹമുണ്ട്. പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ ഇന്നുണ്ട്. പണ്ട് കഴിഞ്ഞിരുന്ന പിന്നെ ഭർത്താക്കന്മാരോട് ഭാര്യമാർക്കുള്ള സ്നേഹത്തിനേക്കാളും കൂടുതൽ സ്നേഹത്തോടെ കഴിയുന്ന ഭാര്യമാരുണ്ട്. അതൊക്കെയാണ് നമ്മളെ മുന്നിൽ മാതൃകയായി നിലകൊള്ളേണ്ടത്. നേരെ മറിച്ച് ഒരു മാലയ്ക്ക് വേണ്ടിയോ സ്വത്തിന് 2 പവൻ കുറഞ്ഞതിൻ്റെ പേരിൽ ഭാര്യയെ അടിക്കുക, ഉപദ്രവിക്കുക, വീട്ടിൽ കൊണ്ടാക്കുക, അങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഇന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണേണ്ടത്? നന്മയുടെ പ്രതീകങ്ങളെ നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണാം. അവരുടെ ഇൻഫ്ലുവൻസിൽ അവർ ജീവിക്കുന്ന ആ ജീവിതത്തിൽ നമ്മൾ ആകൃഷ്ടരായി അല്ലെങ്കിൽ അതിൽ സ്വാധീനിക്കപ്പെട്ട് ഒരു സമൂഹം തന്നെ മാറും എന്ന പ്രതീക്ഷയുമായിട്ടാണ് കഴിയാനാണ് എന്നെപ്പോലുള്ളവർക്ക് താല്പര്യം. പ്രശ്നത്തേട്ടാ, എപ്പോഴും നമ്മൾ ഈ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഏതായിരുന്നു, സിനിമ ഏതായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഒരുപക്ഷെ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ആ ചോദ്യത്തിൽ ചെറിയൊരു തിരുത്ത്, ഒരുപക്ഷെ നാഗേന്ദ്രൻ ഹണിമൂൺസിലെ ഒരു സോമനായിരുന്നു എന്നുള്ളതിനെ കൊടുക്കുന്ന ഒരു ബെഞ്ച് മാർക്ക്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും ആ കിട്ടിയ റോൾ ശരിക്കും കരിയറിൽ? എനിക്കെൻ്റെ കരിയറിൽ കിട്ടിയ എല്ലാ റോളുകൾക്കും എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ടായിട്ടുണ്ട്. കാരണം കാലങ്ങളോളം ഒരു പണിയും ഇല്ലാതെ, ഒരു വേഷവും ഇല്ലാതെ, രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നവരെ ഈ ഫോണും നോക്കിയിരുന്ന, എവിടെന്നെങ്കിലും വിളി വരുമോ എന്ന് പറഞ്ഞ് ഫോണും നോക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോയിട്ടുണ്ട് ഞാൻ. വർഷങ്ങളോളം, മാസങ്ങളോളം അല്ല വർഷങ്ങളോളം. അതൊക്കെ എൻ്റെ തന്നെ അറിവില്ലായ്മയുടെയും എൻ്റെ തന്നെ എങ്ങനെയാണ് വേഷങ്ങളിലേക്ക് എത്തുക എന്നുള്ള എനിക്ക് ഒരു രൂപമില്ലാത്തതിൻ്റെയും, കാരണം നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. നമുക്ക് സിനിമയിൽ എങ്ങനെയൊക്കെ സഞ്ചരിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. സ്വന്തമായിട്ടുള്ള വഴി കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ കൃത്യമായ ഒരു മാർഗരേഖ ഒന്നിനുമില്ല. ഇപ്പം ഞാൻ അപ്രോച്ച് ചെയ്യുന്നൊരു രീതി ഉണ്ണിമായ അപ്രോച്ച് ചെയ്താൽ വർക്കാവണമെന്നില്ല, ഉണ്ണിമായുടെ ഒരു രീതി ഞാൻ ചെയ്താലും വർക്കാവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള എനിക്ക് കിട്ടുന്ന ഓരോ വേഷവും എന്നെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനങ്ങളായിട്ട് ഭവിച്ചിട്ടുണ്ട്. അത് അഭിനയ സാധ്യതയുള്ള വേഷങ്ങളാണെങ്കിൽ എനിക്ക് കൂടുതൽ നല്ല വേഷങ്ങളിലേക്ക് പോകാനുള്ള പ്രചോദനം തന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ലാതെ വെറുതെ നിൽക്കേണ്ടി വന്നിട്ടുള്ള വേഷങ്ങൾ എനിക്ക് വരുമാനം തന്നിട്ടുണ്ട്, എൻ്റെ വാടക അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളെ കരിയറിൽ നമ്മൾക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സഹായിച്ചിട്ടുള്ള വേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബെഞ്ച് മാർക്കെന്ന് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വെച്ചാൽ ആക്ഷൻ ഹീറോ ബിജു എന്ന്, എൻ്റെ ആദ്യത്തെ സിനിമ നമ്മൾ, അച്ഛനുറങ്ങാത്ത വീട്, ഓർഡിനറി. ഇപ്പൊ ഈവൻ ഓപ്പറേഷൻ ജാവേൽ പോലും ആ ഡയലോഗ് ഇന്ന് കരയാതിരിക്കുന്ന ചെറുക്ക എന്ന് പറയുന്ന ഇതുവരെ ഭയങ്കരമായിട്ട്, നീ ഒന്നും കരയാതിരിക്കുന്ന ചെറുക്ക എന്ന് പറയുന്ന ഡയലോഗ് വരെ ഭയങ്കരമായിട്ട് ഓപ്പറേഷൻ ജാവേല ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഈ മലയാളികൾക്ക് പരിചിതമാവുന്ന ഇപ്പോഴും ടെലിവിഷനിലൂടെയാണ് കുറെ കൂടി, പ്രത്യേകിച്ച് വാൽക്കണ്ണാടി. ഞാൻ ടെലിവിഷനിലാണ് തുടങ്ങി വെച്ച് ഞാൻ PG കഴിഞ്ഞ് നേരെ തുടങ്ങുന്ന ടെലിവിഷൻ പ്രോഗ്രാമാണ്. PG എന്ന് പറയുമ്പോഴും സെക്കൻഡ് റാങ്ക് അല്ലേ, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വളരെ ലളിതമായിട്ട് പറയുന്നു. അങ്ങനെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത ഒരാളെന്ന രീതിയിൽ തന്നെ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ആക്ടേഴ്സ് ആണെങ്കിലും അല്ല പലരും ലൈവായിട്ട് ഇങ്ങനെ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ സാറ്റലൈറ്റ് വേർഷൻ പോലെയല്ല ഓൺലൈനിൽ വരുമ്പോൾ അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബിഹേവിയറിലാണെങ്കിലും നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിൽ ശരിക്കും സോഷ്യൽ മീഡിയ എത്രത്തോളം പ്രകടമായിട്ടുള്ള മാറ്റം വെക്കുന്നുണ്ട്? ശരിക്കും വളരെ ശക്തമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം വേറൊരു ഇൻ്റർവ്യൂവിൽ ജഗദീഷ് ചേട്ടനോട് ചോദിച്ചൊരു ചോദ്യമാണ്, അന്ന് ഏതോ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ അത് വിമർശനത്തിന് വിധേയമായിട്ടുണ്ടോ എന്നൊരു, ഏത് ക്യാരക്ടറായിരുന്നു ചേട്ടാ? ഏതൊരു ക്യാരക്ടർ ഭയങ്കര റോങ് നെഗറ്റീവ് വേഷം, മറ്റേ അഭിമന്യുവിലെ വേഷം നായകനെ ഒറ്റിക്കൊടുത്ത, അത് അന്ന് മോഹൻലാലിനെ ഒറ്റിക്കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ കാണുന്നു. അപ്പം അത് വിമർശനത്തിന് വിധേയമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹ്യൂമർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളൊരു സീരിയസ് വേഷം ചെയ്യുമ്പോൾ നന്നായിട്ടില്ല. അപ്പം അന്ന് ചേട്ടൻ അതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. കാരണം
ചായക്കടകളിൽ പോയി അദ്ദേഹം ഇരിക്കാനുള്ള സമയം അദ്ദേഹത്തിനില്ല. ചർച്ചകൾ നടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ എത്തിപ്പെടണം, ഇത് കേൾക്കണമെന്നുണ്ട്. ഇന്ന് അത് അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്താലും എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും ഒരുത്തിന് മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ചെവിയിൽ എത്തിക്കാനുള്ള മാർഗം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലർ അറിയാതെ ഇരകളാവുന്നു, ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി ഇരകളാകുകയും പിന്നെ നായകന്മാരാവുകയും നായികമാരാവുകയും ചെയ്ത് ഇങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ട് മാറുന്ന ആൾക്കാരുമുണ്ട്, എന്നാൽ മാറാൻ പറ്റാതെ പെട്ടുപോകുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ പറ്റി പറഞ്ഞു വരുമ്പം കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട് ബൈബിളിൽ. ഇന്ന് കാണുന്നത് വിശ്വസിച്ച് അത് ശരിയാണെന്ന് ചിന്തിച്ച് അതിൽ അസസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതൽ. കാരണം ഈ റീൽസിൽ വരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നും ചില ഇൻഫർമേഷൻസ് ഇതാണ് കറക്റ്റെന്നും വിശ്വസിച്ച് പോകുന്നുണ്ട്. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയോ വായിച്ച് നോക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒതൻറ്റിസിറ്റിയെ പറ്റി പോവുകയോ. ഇപ്പം നമ്മൾ മറ്റേ പ്രിൻസിപ്പളിനോട് ദേഷ്യപ്പെടുന്ന കുട്ടിയുടെ കാര്യം പറഞ്ഞു, അത് നമ്മൾ പറയുന്നത് നമ്മൾ പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അവൻ എന്തുകൊണ്ടത് പറഞ്ഞു, എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തുകയാണ്. നമ്മൾ ചിലപ്പോൾ മാതാപിതാക്കളെ കുറിച്ച് പറയും ബ്രോക്കൺ ഫാമിലി ആണെന്ന് പറയാം. പക്ഷെ ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ നമുക്കറിയത്തില്ല. ഈ ഇഷ്യൂ നടക്കുമ്പോൾ ഇത് വീഡിയോയിൽ പതിയണമെന്നുണ്ടെങ്കിൽ ഒരാളത് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നില്ലേ? എന്താണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ കാണുന്നത് വിശ്വസിക്കുന്നു, നമ്മൾ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നു, നമ്മൾ തെറിവിളി എങ്ങോട്ട് തുടങ്ങുന്നു. അപ്പോൾ അതായത് നമ്മൾ ഈ നടക്കുന്ന കാര്യം നമ്മൾ കാണുന്നതിനെ ഒന്ന് ചോദ്യം ചെയ്യുകയോ അതിൻ്റെ ഒതൻറ്റിസിറ്റിയെ പറ്റി ഒന്ന് അന്വേഷിക്കുകയോ അതിനെപ്പറ്റി പഠിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാണുന്നത് വിശ്വസിച്ച് പോവാണ്. അവർ ഭാഗ്യവാന്മാരല്ല. അത് ഭയങ്കര ഒരു ഈ നാണയം പോലെ രണ്ട് വശമുണ്ട്. ഇപ്പോൾ പ്രശാന്തൻ്റെ ഇപ്പോൾ അടുത്ത് നടന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ സ്കൂളിലുണ്ടായിരുന്ന എന്നെ തടിയാന്ന് വിളിച്ച് ഒപ്പം തന്നെ ഒരു രീതി അവരുടെ ഉപദ്രവിച്ച രീതി നമ്മളിതിന് റാഗിങ്ങിൻ്റെ പല വേർഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീടാണ് എനിക്കൊന്നും മുൻപൊന്നും ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അന്നൊരു പക്ഷേ എടുക്കേണ്ട രീതിയിൽ ഇട്ട് പല തളർത്തലുകളും പിന്നീട് വളർത്തലുകളായിട്ടുള്ള ഊർജ്ജമാക്കി മാറ്റുക എന്ന് പറയും. അപ്പോൾ ശരിക്കും ഇത്തരം പ്രവണതകൾ ശരിക്കും റാഗിങ് ആണെങ്കിലും അതിൻ്റെ തമാശകളാണെന്നുണ്ടെങ്കിലും ശരിക്കും ഇത് ഗൗരവകരമല്ല. ശരിക്കും ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നും അയാൾ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും അയാളുടെ സ്വഭാവ രീതികൾ എന്താണെന്നും നമുക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ ഒരാളെ റാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വെറുതെ ടീസ് ചെയ്യുമ്പോഴോ കളിയാക്കുമ്പോഴോ ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ കളിയാക്കുന്ന ആളാണ്. പക്ഷേ എനിക്കും അത് ചിലപ്പോൾ ബാക്ക് ഫെയർ ചെയ്ത് വരാറുണ്ട്. ചിലപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, തമാശ മനസ്സിലാവുന്നതിൻ്റെ അടുത്തേ പറയാൻ പോകാമെന്ന് പറയും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഏത് മാനസികാവസ്ഥയിലാണ് നമുക്ക് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവരെയൊക്കെ ബോൾഡാക്കുന്നത് ഇങ്ങനത്തെ റാഗിങ്ങുകളാണ്. ഒരിക്കലും ഈ കുറ്റം ചെയ്തവനോ തെറ്റ് ചെയ്തവരുടെയോ പിന്നാമ്പുറങ്ങൾ ആരും അന്വേഷിക്കാറില്ല. ഇപ്പോൾ കളവ് ചെയ്ത് കഴിഞ്ഞിട്ട് കള്ളൻ്റെ ആ സാഹചര്യം കൊണ്ടാണ് അവൻ കളവ് ചെയ്തതെന്ന് നമ്മൾ പറയാറില്ലല്ലോ. കളവ് ഈസ് കളവ് അല്ലേ? അതാണ് ആ ഒരു കുറ്റത്തെ നമ്മൾ ആരോപിക്കാറില്ല. അതിൻ്റെ സാഹചര്യമാണ് മനുഷ്യനെ കള്ളനാക്കിയത്, തെറ്റുകാരനാക്കിയെന്ന് പറയുന്നത് നമ്മളെവിടെയും ന്യായവും യുക്തിയും പറയാറുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊരാൾ നമ്മൾ എന്തുമാവാം, പക്ഷെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തിക്കൊണ്ടുള്ള കടന്നുകയറ്റങ്ങൾ, അവൻ്റെ സ്വാതന്ത്ര്യം, അവൻ്റെ ശരീരം അല്ലെ അവളുടെ ശരീരം, അവളുടെ വികാരങ്ങൾ, അവളുടെ ഇമോഷൻസ് ഒക്കെ അവരുടെ സ്വാതന്ത്ര്യങ്ങളാണ്. ആ സ്വാതന്ത്ര്യങ്ങളിലേക്ക് കൈകടത്താതിരിക്കുകയാണ് നല്ലത്. സുഹൃത്തുക്കൾ തമ്മിലുള്ള കളിയാക്കലുകളോ ടീസിങ്ങുകളെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. അതിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പറയുന്ന ചില തമാശകൾ, ചില കമൻറ്റുകൾ നമ്മളെ സുഹൃത്തുക്കൾക്ക് വേദനയാവുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പോലും അതിനെപ്പറ്റി ചിന്തിക്കുക. ജീവിതം ഇങ്ങനെ ഓരോ പാഠങ്ങൾ ഓരോ ദിവസവും നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ജീവിതം. നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മൾ അറിയത്തുപോലും ഇല്ല. അപ്പോൾ ഇഗ്നോർ ചെയ്യാതെ പോകുന്ന മനുഷ്യന്മാരായിട്ട് മാറണം. കാണാതെ വിശ്വസിക്കണം കാര്യങ്ങൾ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം. റാഗിങ്ങിന് ഞാൻ വ്യക്തിപരമായി റാഗിങ്ങിന് എതിരെ ആയിട്ടുള്ള ആളാണ്. എനിക്ക് 1% പോലും യോജിപ്പില്ല. റാഗിങ് എന്ന് പറഞ്ഞാൽ 10 വിദ്യാർത്ഥികൾ സീനിയേഴ്സ് ചേർന്ന് ക്രൂരമായി ഹരാസ് ചെയ്യുന്നതിനാണ് ഇപ്പോൾ റാഗിങ് എന്ന് പറയുന്നത്. ഈ റാഗിങ്ങിന് എന്താണ് ലക്ഷ്യം എന്ന് ചോദിക്കാൻ നേരത്ത് പലരും ന്യായീകരിച്ച് പറയും. അത് ഫ്രഷായിട്ട് വരുന്ന ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി, ബോൾഡ് ആക്കാൻ വേണ്ടിയാണെന്ന് പറയും. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. 10 പേര് ചേർന്ന് ക്രൂരമായി അയാളെ തകർക്കുകയാണ്, തകർത്ത് തരിപ്പണമാക്കുകയാണ്. നേരെ മറിച്ച് ഒരു പോസിറ്റീവ് റാഗിങ്ങിനുള്ള വഴി അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഓഡിറ്റോറിയത്തിൽ അധ്യാപകരുടെ മുന്നിൽ വെച്ച് തന്നെ ജൂനിയേഴ്സിന് ചെറിയ ടാസ്കുകൾ, ഇൻട്രസ്റ്റിംഗ് ടാസ്കുകൾ ഓൺ സ്റ്റേജ് ചെയ്യാൻ പറയാം. അവിടെ നെർവസ് ആവും,
അതിന്റെ പേരിൽ ഒരു ചിരി വന്നാൽ പോലും അത് അയാളുടെ ജീവിതത്തിലെ ആ ചിരി അത് സ്റ്റേജ് പേർ മാറുന്നതോടൊപ്പം തന്നെ ഒരു പാട്ട് പാടാൻ പറയുക, അയാൾ പാട്ട് പാടുമ്പോൾ ആദ്യത്തെ വരി മറന്നു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറയുക. അത് അധ്യാപകരും ഒക്കെ ഇരുന്നിട്ട് അത് ഒരു പിന്നെ ജൂനിയേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, വെറുതെ വന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ നേരത്ത് ആ വിദ്യാർത്ഥികളെല്ലാം വരാൻ നേരത്ത് ബാക്കിയുള്ളവരും ഈ വിദ്യാർത്ഥികൾ തന്നെ സെയിം ബാച്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ എൻജോയ് ചെയ്യും. ഈശ്വര, ഇനി അടുത്ത് ഞാനാണ് കയറേണ്ടത്, ഇനി എന്ത് അവതരിപ്പിക്കും എന്ന് അറിഞ്ഞിട്ട് എന്നോട് എന്ത് ചോദിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയാൻ നേരത്തെ അവിടുത്തെ ഒരു സപ്പോർട്ട്, ഒരു പോസിറ്റീവ് എൻവയൺമെന്റ് വരും, ഒരു പോസിറ്റീവ് വൈബ്. അതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഹ്യൂമിലിയേറ്റഡ് ആയെന്നും പറഞ്ഞ് വിഷമിക്കുകയും കോൺഫിഡൻസ് തകർന്നു പോകുന്നതായിട്ടുള്ള അത് പെർഫോമൻസ് തകർന്നു പൊക്കോട്ടെ, എന്നാൽ പോലും ക്രൂര അതിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തകരുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സും കൂടെ വേണം. അല്ല, ആ തകരുന്നവനെ ചേർത്ത് വേറൊരു കാര്യമുണ്ട്. ആ തകരുന്നവൻ അവന് പെർഫോം ചെയ്യാൻ കഴിയാത്തവന് അവന് ആശ്വാസ വാക്കുകൾ കൊണ്ട് സീനിയേഴ്സ് തന്നെ പാടാൻ പറ്റില്ലേ, ഒട്ടും വിഷമിക്കണ്ട, ഒരു അധ്യാപകന് കൊടുക്കാം അവിടെ 2 വാക്ക് സംസാരിക്കാൻ. പലപ്പോഴും എനിക്കൊന്ന് ഈ റാഗിംഗ് വേദികളിൽ ഇപ്പൊ എനിക്ക് 4 ആൾ കൂടുന്നിടത്ത് കുറച്ചൊരു ഹീറോയിസം കാണിക്കാനുള്ളതിന്റെ ഭാഗമായിട്ട് സംഭവിക്കും. അല്ല, ഇപ്പോഴത്തെ റാങ്കിങ്ങിലെല്ലാം ബ്ലഡ് ഉണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, കോമ്പസ് എടുത്ത് കുത്തുന്നുണ്ട്, ബ്ലേഡ് ഇട്ട് മുറിക്കുന്നുണ്ട്. അതിലെന്താണ് എന്ത് കോൺഫിഡൻസ് ആണ് ഇയാൾ കൊടുക്കുന്നത്? അടിക്കുക, ഉപദ്രവിക്കുക, അതൊക്കെ വളരെ ഒരു പ്രാകൃതമായിട്ടുള്ള കാടൻ സംസ്കാരമല്ലേ. ഇതിലെന്താണ്? ഇതൊരു സാഡിസമാണ്. അവന്റെ ദുഃഖം കണ്ട് ആനന്ദിക്കുകയാണ്. അവരെന്റെ ദുഃഖം കണ്ട് ആനന്ദിക്കുമ്പോഴാണ് അതിന് സാഡിസം എന്നാണ് പറയുന്നത്. ആ സാഡിസമാണ് ഈ റാഗിങ്ങിന്റെ പേരിൽ നടക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും റാഗിംഗ് എന്നുള്ള കുറച്ചുകൂടി സാഡിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ശരിക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയിലും ഉണ്ട് അല്ലെ. ഈ ഒരു വീഡിയോ വരുമ്പോൾ അതിനെ കമന്റ് ചെയ്ത് ഇത്തരത്തിൽ വേർഷൻ ആക്കി മാറ്റുക, അത്തരം പ്രവണത ഉള്ളവരും കൂടുതലായിട്ട് വരുന്നു. അതിൽ കമന്റ്സിൽ പോലും മോശപ്പെട്ട ഭാഷ വരുന്നു. അതാണ് എന്റെ വിഷമം. അതിനകത്ത് നമുക്ക് ഒരിക്കലും ഒരു സന്തോഷം തോന്നാത്ത തരത്തിലുള്ള ഭാഷയിലൂടെ അത് പ്രതികരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. എനിക്ക് ദേഷ്യമല്ല, എനിക്ക് സങ്കടം തോന്നും. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതി അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുക, അത് കാണുമ്പോൾ ഞാൻ ഇരുന്ന് ദുഃഖിക്കാൻ. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇവരെ കൊണ്ട് സംസാരിപ്പിച്ചില്ലേ, അതിന്റെ പേര് പറയൂ. അതെ, ഈ ഒരു പോയിന്റ് പറഞ്ഞതുകൊണ്ട് തന്നെ കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ മുൻപാണെങ്കിൽ ഒരു പ്രസ് മീറ്റിൽ സഹതാരത്തിനോട് ചോദ്യം, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ ലാലേട്ടനും മമ്മൂക്കയെ പോലെ നിഷ്പക്ഷത അനിവാര്യമാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊണ്ടുവന്നത്. പക്ഷേ ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയും ആ ചായവിനെ കുറിച്ച് പറയുകയും ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. ഇത്തരത്തിൽ ഉള്ള ഒരാൾ നിഷ്പക്ഷതയെക്കുറിച്ച് സംസാരിക്കാൻ ശരിക്കും ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവമാണോ, അല്ലെങ്കിൽ ആ തീരുമാനം തെറ്റായിരുന്നു തോന്നുന്നുള്ള തിരിച്ചറിവാണോ? അതെന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി. ഇല്ല, ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമായിട്ടുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് എനിക്കിന്ന് ബന്ധമില്ല. അത് ഞാൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടും ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ അത് വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ല. ഇനി മേലാൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഇനി മേലാൽ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകനായിട്ട് എന്നെ കാണാൻ കഴിയില്ല. കലാകാരനായിട്ട് മാത്രമേ എന്നെ കാണാൻ കഴിയൂ. ഈ അതിനൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുന്ന മറ്റൊന്നും കൊണ്ടില്ല. ഒരു കലാകാരനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വേഷങ്ങളോ മറ്റെന്ത് കലാരൂപമാണെങ്കിൽ പോലും ഈ രാഷ്ട്രീയം ശരിക്കും വ്യക്തിപരമല്ലേ, അതിനെ ശരിക്കും ഈ നിഷ്പക്ഷമായ രീതിയിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അവനവന്റെ രാഷ്ട്രീയം അവനവന്റെ മനസ്സിലാകാമല്ലോ. വോട്ട് ചെയ്യുന്നത് അവനവൻ ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്യാം. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തകനാകണമെന്നോ നേതാവാകണമെന്നോ നിർബന്ധമില്ല. നമ്മൾ രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിക്കുന്നതല്ല, അത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എൻ്റെ ഒരു തെറ്റായിട്ടുള്ള തീരുമാനമായി പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനതിൽ പശ്ചാത്തപിക്കുന്നു. അതിൽ ഞാൻ ജനങ്ങളോട് മാപ്പി വയ്ക്കുകയാണ്. എത്ര പ്രാവശ്യം മാപ്പി വെച്ചിട്ട് വീണ്ടും എന്നെ ശിക്ഷിക്കാം. എത്ര പ്രാവശ്യം മാപ്പി വെച്ചു വീണ്ടും ശിക്ഷിക്കാം. അപ്പൊ ഞാൻ അതിനകത്തില്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം വീണ്ടും പ്ലീസ് മത്സരിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് പാഷൻ അല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ എനിക്കിഷ്ടമല്ല. സംവിധാനം ചെയ്യാൻ എനിക്ക് അതിനുള്ള പാഷൻ ഇല്ല. അതുകൊണ്ടാണ് ഒരു ശ്രമം നടത്തിയിട്ട് ഞാൻ ഉപേക്ഷിച്ചു. അത് ഭാഗ്യമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാള സിനിമയ്ക്ക് എഴുത്തുകാരനായിട്ടുള്ള ശ്രമം വിജയിച്ചിരുന്നു. എഴുത്തുകാരനാകാൻ താല്പര്യമുണ്ട്. ഇനി എഴുതാൻ സാധ്യതയുണ്ട്. അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. ഇനി എഴുതിയേക്കാം. രാഷ്ട്രീയത്തിലേക്ക് ഞാൻ തന്നെ ഷൈനി ഞോണ്ടി എനിക്കൊരു വേഷം എഴുത്തുകാരനാവുന്ന സമയത്ത് ഓർപ്പിക്കുന്നത്. ഈ എഴുത്തുകാരന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ജഗദീഷയുടെ ഭയങ്കര ബഹുമാനത്തോടു കൂടി പറഞ്ഞ ഒരു പേരായിരുന്നു ശ്രീനിവാസ് എന്നുള്ളത്. ഇപ്പൊ ഈ അടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രയും മാജിക് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ആ ജഗദീഷന്റെ പ്രസ്താവനയോട് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. പിന്നെ അച്ഛന് പുള്ളി എല്ലാം പുള്ളിയുടെ പ്രശ്നങ്ങൾ കഥകളൊക്കെ കോമണേഴ്സ് ഇഷ്യൂസും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളും കൂടുതൽ റൂട്ടഡായി നിൽക്കുന്ന കഥകളും ഗ്രൗണ്ടഡായി നിൽക്കുന്ന, അപ്പൊ പുള്ളിയുടെ അനുഭവങ്ങളിൽ നിന്ന് എക്സ്പീരിയൻസ് പുള്ളിക്ക്
പുള്ളി ജനിച്ച് വളർന്ന നാട്, അവിടുത്തെ രാഷ്ട്രീയം, അതൊക്കെയാണ് പുള്ളിയുടെ സിനിമകളിൽ കണ്ടിട്ടുള്ളത് നമ്മൾ. അപ്പൊ പുള്ളിക്ക് ആ രീതിയിൽ പുള്ളിയുടെ എക്സ്പീരിയൻസസ് ഭയങ്കര റിച്ച് ആണ്. അതുകൊണ്ട് പുള്ളിക്ക് മേ ബി എഴുതാൻ എളുപ്പമായിരിക്കും. ചിലപ്പോൾ മേ ബി സന്ദേശമൊക്കെ ആയിരിക്കും പുള്ളി ഏറ്റവും എളുപ്പത്തിൽ എഴുതിയ സിനിമ. കാരണം പുള്ളി വളർന്ന നാടും ഇതൊക്കെ ഏകദേശം പാർട്ടി ഗ്രാമങ്ങളും ഇതൊക്കെയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു സന്ദേശമൊക്കെ അച്ഛനേറ്റവും വരവേൽപ്പ്, അച്ഛന്റെ ഇതേപോലെ അച്ഛൻ്റെ ഒരു ബസ് വാങ്ങിയതും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വരവേൽപ്പ്. അത് പുള്ളി സിനിമയാക്കി. അപ്പൊ ജയറാമേട്ടന്റെ മറ്റേ പടം ഈ പലപ്പോഴും ഈ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ഒരു ത്രെഡ് തന്നെയാണോ കുറെ കൂടി നമുക്ക് എഴുത്തുകാരൻ? ഞാൻ ഈ പിന്നെ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതിനെ കുറിച്ചാണെങ്കിൽ, ശ്രീനിവാസൻ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള വ്യക്തിയാണ്. മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണെങ്കിലും തുറന്ന് പ്രതികരിക്കാൻ, എഴുത്തിലൂടെ ശക്തമായ സന്ദേശം കൊടുക്കാനും ധൈര്യമുള്ള, ആർജവമുള്ള ഒരു എഴുത്തുകാരനാണ് ശ്രീനിവാസൻ. അത്രയും ധൈര്യം എനിക്കില്ല, തുറന്ന് സമ്മതിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെയൊക്കെ അത്യാവശ്യം ഭയക്കുന്ന ഒരാളാണ്. എൻ്റെ കരിയറിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ഭയം ഇന്നും എനിക്ക് പേടിയുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാനും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനെ കുറിച്ച് പറയാനും ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പരിധിവരെ എനിക്ക് ഭയമുണ്ട്. കാരണം എന്നിലെ അഭിനേതാവിന് പുതിയ പുതിയ വേഷങ്ങൾ കിട്ടണം, ആ വേഷങ്ങൾ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുമ്പം അതിന് തടസ്സമായി വരുന്ന ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല. ഒരു രാഷ്ട്രീയ വിശ്വാസം, എൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ആഭിമുഖ്യം, അത് ഒരു ആസ്വാദകന്റെ മനസ്സിൽ അവന് തടസ്സമായി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചത്. അത്രയും പോലും റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. എൻ്റെ ഒരു റോളിന് എനിക്ക് കിട്ടുന്ന ആ ഒരു പ്രീതി ഉണ്ടല്ലോ, അത് പ്രീതി എനിക്ക് എൻ്റെ രാഷ്ട്രീയ വിശ്വാസം കാരണം ഒരു പ്രേക്ഷകർ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ റിസ്ക് എടുക്കാൻ ഞാൻ ഒരുക്കമല്ല. എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരും എനിക്ക് പ്രേക്ഷകരായിട്ട് വേണം. എൻ്റെ പ്രകടനങ്ങൾ വിലയിരുത്താൻ, എൻ്റെ പ്രകടനങ്ങൾ അഭിനന്ദിക്കാൻ, അവരെ വിമർശിക്കാൻ, അവരെല്ലാ പാർട്ടിയിലും അവർക്ക് പാർട്ടി വിശ്വാസം ഒരു തടസ്സമായി നിൽക്കരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വളരെ ഫ്രീ മൈൻഡാണ്. എല്ലാ പാർട്ടിയിലുള്ളവരും എൻ്റെ പ്രകടനങ്ങൾ കണ്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. എന്തെങ്കിലും ഒരു തടസ്സമില്ല. എല്ലാ പാർട്ടിയുടെയും ഫങ്ഷൻസിൽ ഞാൻ പങ്കെടുക്കുന്നു. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു വ്യക്തിയായിട്ട് എന്നെ ഇപ്പൊ കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് തുറന്ന മനസ്സോടുകൂടി എനിക്ക് പിന്നെ ഒരു സമൂഹത്തിനെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു നിലപാട് അത് ജനങ്ങൾക്ക് ജനവിരുദ്ധമായിട്ടുള്ള നിലപാടാണെങ്കിൽ പോലും അതിനെതിരെ പ്രതികരിക്കാനുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ കഴിവൊന്നും എനിക്കില്ല. ശ്രീനിവാസന്റെ കഴിവ് എനിക്കില്ല. ശ്രീനിവാസന് അപൂർവമായിട്ടുള്ള സിദ്ധികളുള്ള ഒരു മനുഷ്യനാണ്. ആരെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല ശ്രീനിവാസൻ. എല്ലാവരെയും ഒരേപോലെ കാണുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഈ 70-ലും 40-കാരനായിട്ടിരിക്കുക എന്നുള്ള പലപ്പോഴും ഈ ഇപ്പൊ വരുന്ന ജയതിഷന്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. 70 എത്തിയ 44-കാരൻ എന്നുള്ള രീതിയിലേക്ക് ഞാൻ അതിലും താഴെ, ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിട്ടാണ് എന്നെ കാണുന്നത് എപ്പോഴും പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായം എന്നുള്ളത് എന്റെ ചിന്തകളിൽ വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഇപ്പൊ തന്നെ ഒരു വിമർശനത്തിന് വിധേയമായിട്ടുള്ളൊരു കമന്റാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാൻ പല നിലപാടുകളും വ്യക്തമാക്കാൻ ഭയക്കുന്നു എന്ന് പറയുന്നില്ലേ, ആ അത്തരം സ്റ്റേറ്റ്മെന്റിനെ ആൾക്കാർ എതിർക്കും. പക്ഷെ അതിന്റെ കാരണം എന്തെന്ന് പറയുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നിലെ കലാകാരൻ എല്ലാവരുടെയും പിന്തുണ ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവരെയും പിണക്കാതെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പിണക്കാതെ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ കലയിൽ മാത്രം ശ്രദ്ധിക്കുക, ആ കലയിൽ എൻ്റെ പ്രകടനം അത് മാത്രമേ എൻ്റെ മുന്നിൽ വരുന്നുള്ളൂ. അതിൽ കവിഞ്ഞ് അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ എൻ്റെ ഒരു കലാകാരൻ നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നല്ല റോളുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പ്രേക്ഷകരെ ഏത് പാർട്ടിയിലുള്ളവരായിരുന്നാലും രസിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്ന ദൗത്യമാണ് എൻ്റെ മുന്നിലുള്ള പരമമായ ലക്ഷ്യം. അത് ഞാൻ ഈ പരിവാറിലൂടെയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൂടെയും ഒക്കെ തന്നെ എൻ്റെ ലക്ഷ്യം അതാണ്. സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കാൻ ശ്രീനിവാസനെ പോലുള്ള കുറേ കലാകാരന്മാരുണ്ട്. അവര് ആ വഴിയിലോട്ട് പോട്ടെ. എൻ്റെ വഴി ഇതാണ്. അത് എൻ്റെ പരിമിതിയാണ്, എൻ്റെ കഴിവുകേടാണ്, തുറന്ന് സമ്മതിക്കുന്നു. അതിൽ എന്നെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കലാകാരന് എന്തെങ്കിലുമൊക്കെ ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ ഭയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്ത്. അത് പ്രേക്ഷകർ ദയവ് ചെയ്ത് ക്ഷമിക്കുക. എന്തായാലും കൂട്ടിച്ചേർക്കാം. തീർച്ചയായിട്ടും അപ്പോൾ സിനിമയുടെ പ്രതീക്ഷ വരെയാണ്. പ്രത്യേകിച്ചും ഉണ്ണിമാരെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി വിജയ ചിത്രങ്ങളോട് മാത്രം അല്ലെ, തിങ്കളാഴ്ച നിശ്ചയാണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് പ്രണയവിലാസം ആണെങ്കിലും ഈ 2 വർഷം ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്ന സിനിമകൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാലും വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് അല്ലെ മാറുക എന്നുള്ള അപ്പൊ അത് തന്നെ തുടരാനായിരിക്കും ഈ വിജയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പോയ വർഷം ഏറ്റവും കൂടുതൽ അല്ലെ സംസാരിച്ച് പരാമർശിച്ച പേര് ജയതിഷ് തന്നെയാണ്. പോയ സിനിമകളിലൊക്കെ ഹിറ്റാണ്. ഇത് ശരിക്കും ഈ പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ 2 വാക്കുകൾ വരുന്നുണ്ട്. ഹിറ്റ് ചിത്രങ്ങളുടെ ഒക്കെ ഭാഗമാവുന്നു ജഗദീഷ് ചേട്ടൻ
എന്നുള്ളതാണോ അതോ ജഗദീഷേട്ടൻ അഭിനയിച്ച ആ ചിത്രം ഹിറ്റ് ആവുന്നുള്ളൂ? ഈ സ്റ്റേറ്റ്മെന്റിനാണ് കുറെ കൂടി അല്ല, യോജിക്കുന്നത്. ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഞാനുള്ളതുകൊണ്ടല്ല ഒരു ചിത്രവും വിജയിച്ചിട്ടില്ല. അതിന്റെ സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും കഴിവ് കൊണ്ടാണ് ഈ ചിത്രങ്ങളെല്ലാം വിജയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗം ആകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ട് ഒരു ചിത്രം ഒരിക്കലും വിജയിക്കില്ല. ഒരു ടീം വർക്കിൻ്റെയാണ്. ഇപ്പോൾ പരിവാർ വിജയിക്കുകയാണെങ്കിൽ അതൊരു ടീം വർക്കിൻ്റെ വിജയമാണ്. ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഇന്ദ്രൻസ് ആയിക്കോട്ടെ, പ്രശാന്ത് ആയിക്കോട്ടെ, ഉണ്ണിമായിക്കോട്ടെ, ഷൈനി ആയിക്കോട്ടെ. ഷൈനി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയായിട്ട് ഷൈനിയെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഷൈനിയെ പരിചയമില്ല. അപ്പോൾ സംവിധായകരോട് ഞാൻ ചോദിച്ചു, ഷൈനി എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഷൈനി സുരേഷിൻ്റെയും സുമലതയുടെയും സുരേഷിൻ്റെയും സുമലതയുടെയും പ്രണയകഥ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. അതും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നാടകത്തിൽ 4 വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അഭിനേത്രിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ആലോചിക്കാനില്ല. നാടകത്തിൽ അത് ദീപൻ ശിവരാമൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായിട്ടുള്ള സംവിധായകൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, അത് സ്റ്റേജിൽ ആക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. അതിൽ 4 വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കഴിവുള്ള അഭിനേത്രിയായിരിക്കും, ഒരു കുഴപ്പമില്ല, ലെറ്റർ ബി ഗീത ഓഫ് സഹദേവൻ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ബഹുമാനമാണ്. എനിക്കൊരു സിനിമാ നടി എന്നതിനേക്കാളും ഒരു നാടകത്തിൽ, അമച്ചർ നാടകത്തിൽ വളരെ നല്ല വേഷം കൈകാര്യം ചെയ്ത അഭിനേത്രി എന്ന നിലയ്ക്കാണ് എനിക്ക് ഷൈനിയോടുള്ള ബഹുമാനം. വ്യക്തിപരമായിട്ട് എന്ത് തോന്നുന്നു? സിനിമ നടി എന്ന രീതിയിലേക്കുള്ള ലാബിലാണോ നാടക നടി എന്നുള്ള കുറെ കൂടി ആസ്വദിക്കുന്നത് ഏതാ? നാടകം തന്നെയാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുമ്പോൾ അത് ഒരു ഓപ്പൺ സ്റ്റേജില് എന്താ ഗാലറി ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് അല്ലേ? അപ്പോ എനിക്ക് തോന്നുന്നു പ്രശാന്ത ഇത്രയും വേഷങ്ങൾ വരുമ്പോൾ ഇപ്പോൾ വാൽക്കണ്ണയുടെ കേസ് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-20 വർഷമായി, 2005 ആയ സമയമാണ്. സിനിമകളിലോട്ട് വരുന്ന സമയത്താണെങ്കിലും പ്രശാന്ത് കുറേയധികം സിനിമകൾ ചെയ്യുമ്പോഴും ഈ അവസാനത്തെ വേഷങ്ങൾ കുറേയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ജോയിച്ചേട്ടൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് 10-16 വർഷം ഞാൻ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് വലിയ വേഷങ്ങൾ വരുന്നത് പിന്നീടാണെന്നുള്ളത്. ഈ ഒരു കാത്തിരിപ്പ് ശരിക്കും ഈ കലയോടുള്ള സ്നേഹത്തെ കൂട്ടുന്നു. റിസൾട്ട് നമുക്ക് പിന്നീടായാലും സംഭവിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണോ ശരിക്കും? അതെ അതെ, അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. അത് തന്നെയാണ്, നിങ്ങൾ തന്നെ എന്റെ ഉത്തരം പറഞ്ഞു. ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റും. ശരിക്കും ഈ സിനിമയോടുള്ള ഇഷ്ടത്തോടെ തന്നെ എനിക്കൊരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ പ്രശാന്തിനെ സംബന്ധിച്ച് എനിക്കൊരു പ്രണയമില്ല, 2 പ്രണയം തോന്നുന്നു. സിനിമയോടൊപ്പം തന്നെ ക്രിക്കറ്റും ഭയങ്കര സംഭവം, എല്ലാരും ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നു. എനിക്കൊന്ന് പ്രശാന്തിന്റെ കുറച്ചും കൂടി എനിക്ക് കുറെ കൂടി കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ആ സമയത്ത് വീഡിയോസ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സോങ്ങിന് പ്ലേ ചെയ്യുന്നതായിരിക്കും, എന്താണെങ്കിലും ലാലേട്ടനായിട്ട് ഭയങ്കരമായിട്ട് സാദൃശ്യം വരും. മാനസും ആണെങ്കിലും ചിലപ്പോൾ ചൂസ് ചെയ്യുന്ന പാട്ടുകളാണെങ്കിൽ പോലും ഇത് കുറെ കേട്ടിട്ടില്ല, ഒരു ആക്ഷൻ കാര്യങ്ങളും ലാലേട്ടന്റെ ഒരു ശൈലിയിലും പണ്ടത്തെ പാട്ടുകളൊക്കെ ചെയ്തിട്ട് ആ കോട്ടൊക്കെ ഇട്ടുള്ള വീഡിയോ ഒക്കെ അതൊരു അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ജനറേഷനിലുള്ള എല്ലാവർക്കും കുറച്ച് ലാലേട്ടനുണ്ടാവും, കുറച്ച് ജഗദീഷ് ശ്രീകുമാർ ഉണ്ടാവും, കുറച്ച് ജഗദീഷ് ചേട്ടനുണ്ടാവും. ഞങ്ങളുടെ എല്ലാവരുടെയും മാനറിസംസിലും നടപ്പിലും ഇപ്പം വണ്ടിയിലൊക്കെ കോളേജിലോട്ടൊക്കെ വണ്ടിയിലൊക്കെ വന്നിറങ്ങിയ ഒരു ചരിവോടുകൂടിയേ നമ്മൾ ആ ഒരു സാധനത്തിൽ കയറി പോകത്തുള്ളൂ. എന്തെങ്കിലും ഒരു ചമ്മൽ വന്നാൽ അത് അങ്ങനെ ചെയ്താൽ ശരിയാവോ, അതോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ളത് ജഗദീശേട്ടനുണ്ട് നമ്മുടെ ഇതിനകത്ത്. ചില ടീച്ചർമാരൊക്കെ വഴക്ക് പറയുമ്പോൾ നമ്മുടെ റിയാക്ഷൻ ജഗദീശേട്ടൻ്റെ റിയാക്ഷൻ ഇത് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ഓരോരോ സമയങ്ങളിൽ നമ്മൾ അറിയാതെ പുറത്തു വരുന്നുള്ളേ ഉള്ളൂ. അഭിനയിക്കുമ്പോൾ പരമാവധി ഇതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ നോക്കും. എങ്കിലും അറിയാതെയൊക്കെ വന്നാൽ കുറച്ച് ഡബിങ്ങിലും ഒക്കെ പിടിച്ചങ്ങ് മാറ്റും. അങ്ങനെ നമ്മുടെ ശരീരം നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇത്രയും ഗ്രേറ്റ് ആക്ടേഴ്സിൽ നമ്മൾ ഭയങ്കര അധികം ഇൻഫ്ലുവൻസ്ഡ് ആണ്. ജയിച്ചോട്ടെ ഏകദേശം 90-91 ഇൻഹരിനഗർ ഇറങ്ങുന്നു. 92 പോലും ഇപ്പൊ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ഉപ്പുകണ്ട പ്രദേശം ഈ കോമഡി ചെയ്യുന്ന സമയത്താണ് 93 ശ്രീധരൻ ചെയ്യുന്നത്, സീരിയസ് ആയിട്ടുള്ള കുടുംബ സിനിമ ചെയ്യുന്നത്. തിരിച്ച് കഴിഞ്ഞ വർഷത്തിലാണെന്നുണ്ടെങ്കിൽ പോസ്റ്ററും അല്ലെങ്കിൽ അജയന്റെ 2ാം മോഷണമൊക്കെ ചെയ്യുന്ന ഒരു സീരിയസ് ഫാഷനിൽ നിന്നാണ് ഒരു കോമഡി ആയിട്ടുള്ള ഒരു കുടുംബ സിനിമ വരുന്നത്. ഈ ട്വിസ്റ്റ് ഭയങ്കര രസകരമാണ്. അപ്പൊ ശരിക്കും എങ്ങനെ ശരിക്കും തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് സെലക്ഷൻ ഏത് നമ്മുടെ വലിയ സെലക്ഷനോ ബുദ്ധിന്നോ ഒന്നും പറയാനില്ല, ഇതൊക്കെ വന്ന് ഭവിക്കുന്നതാണ്. അപ്പൊ അതില് ഇങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിൽ നിന്നും വ്യത്യസ്തതയുള്ള വേറൊരു കഥാപാത്രം കിട്ടുമ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നടൻ എന്ന് പറയുന്നത് എപ്പോഴും അത്യാഗ്രഹിയാണ്. അവൻ എത്ര റോള് കിട്ടിയാലും മതിയാവില്ല.
അവന് ഈ ഒരു പണക്കാരന് പൈസ പോലെയാണ് ഒരു കലാകാരന്, ഒരു അഭിനേതാവിന് വേഷങ്ങൾ. നമുക്ക് പൈസയെക്കാളും നമ്മൾ സ്വപ്നം കാണുന്നത് നല്ല നല്ല വേഷങ്ങളാണ്. ആ വേഷങ്ങൾ ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എത്ര കിട്ടിയാലും മതിയാവില്ല. ഈ വേഷം കിട്ടിയ ഇനി അടുത്ത വേറൊരു വേഷം, അടുത്ത വേറൊരു വ്യത്യസ്തമുള്ള വേഷം. അങ്ങനെ വേഷങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ്. നമുക്ക് കിട്ടുന്ന നല്ല വേഷങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഈ ലോട്ടറി എന്ന് പറയുന്നത്. അങ്ങനെ ഇനിയും നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലോട്ടറി വീഴട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത്രത്തോളം വരട്ടെ, ലോട്ടറി വരട്ടെ. ടിക്കറ്റ് എടുക്കുന്നത് പ്രേക്ഷകരും ഒരുപാട് ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ സിനിമയിലേക്കായിട്ട് വരട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.